ഹായ് ഹലോ എബീസ് വേൾഡിൻ്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ നേരത്തെ തന്നെ ചേട്ടൻ ജോലിക്ക് പോയേട്ടോ. അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ എബിയും എൻ്റെ കൂടെ തന്നെ എഴുന്നേറ്റായിരുന്നു. ചേട്ടൻ രാവിലെ ചായയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ പതിവ് പോലെ തന്നെ അടുക്കളയിലോട്ട് കയറി. അപ്പോൾ രാവിലെ കഞ്ഞിക്ക് വേണ്ടിയിട്ട് വയ്ക്കുവാണ് കേട്ടോ. കുറച്ച് ചോറുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇൻഡക്ഷനിലോട്ട് വെച്ചു. പിന്നെ ഇന്ന് സോയാബീൻ കറിയാണ് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഒരു കുഞ്ഞ് സോയാബീൻസ് വാങ്ങിയായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഞാൻ കുറച്ച് വെള്ളം ആദ്യം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇതിട്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇതിട്ടൊരു 10 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് അതിൻ്റെ ഒരു വെന്തൊരു വലുതായിട്ടൊന്ന് വീർത്ത് വരും. ആ സമയത്ത് നന്നായിട്ട് അതിൻ്റെ വെള്ളം പിഴിഞ്ഞ് കളയണം. എന്നിട്ട് വേണം ഇത് കറി വെക്കാനായിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ ഇത് ചോറിന് വേണ്ടിയിട്ട് തിളപ്പിക്കാനും വെച്ചിട്ട് സോയാബീൻസും വെച്ചിട്ട് ഞാനും എബിയും കൂടെ മുറ്റത്തോട്ട് ഇറങ്ങി. അപ്പോൾ അവൻ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വരും, ഞാൻ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കും. അങ്ങനെയാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നടന്നു വരുന്ന പതിവ്. അങ്ങനെ അവൻ തന്നെ പോയി പൈപ്പെല്ലാം ഓണാക്കി തന്നു. ഞാൻ തന്നെ ചെടിക്കെല്ലാം വെള്ളമൊക്കെ ഒഴിച്ചു ആക്കിയ സമയത്ത് തന്നെ എബി വന്നു. പിന്നെ ചെടിയുടെ ഇടയിലൊക്കെ ഉള്ള ചവറൊക്കെ ഞാൻ തന്നെ മാറ്റി കൊടുത്തു കേട്ടോ. ചില സമയത്ത് അവനാണ് ചെയ്യുമ്പോഴത്തേക്ക് ചെടിയെല്ലാം പുറത്തോട്ട് വരും. അതുകൊണ്ട് ഞാൻ തന്നെ അതൊക്കെ ചെയ്തു കൊടുത്തു. പിന്നെ അവൻ പതിയെ നിന്ന് മുറ്റമൊക്കെ നന്നായിട്ട് അടിച്ചു വാരി കേട്ടോ. അപ്പോൾ കുറച്ച് ചെടികൾ മാത്രമേ ഉള്ളൂ കേട്ടോ. എനിക്ക് ഒരുപാട് ചെടികളൊക്കെ വീട്ടിൽ നിൽക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ജോലിക്കൊക്കെ പോയി തുടങ്ങിയ സമയത്ത് ഇതൊന്നും പരിപാലിച്ച് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാനിതൊന്നും അങ്ങനെ നോക്കാറില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഇതൊക്കെ ഒരുപാട് നട്ടുപിടിപ്പിക്കണമെന്നും ആഗ്രഹമുണ്ട്. ചെറുതായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പേരിൽ കുറച്ച് ചെടികളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ചെടി നനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അടുക്കളയിലോട്ട് കയറി. എബി ഫ്രണ്ട് വശം ഒക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട് അകത്തോട്ട് വന്ന് പിന്നെ ബാക്ക് വശവും കൂടെ ഒന്ന് അടിച്ചു വാരി കേട്ടോ. അതൊക്കെ ഒന്ന് 2-3 ദിവസത്തിൽ ഒരിക്കൽ അവിടെ ചെയ്യാറുള്ളൂ കേട്ടോ. ഫ്രണ്ടിൽ ഡെയിലി ചെയ്യാറുണ്ട്, ബാക്ക് വശത്ത് 2-3 ദിവസത്തിൽ ഒരിക്കലൊക്കെ ചെയ്യാറുള്ളൂ കേട്ടോ. അവിടെ അങ്ങനെ വലിയ ചവറും ഒന്നും വരാറൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പിന്നെ അടുത്ത് കറി വയ്ക്കാനായിട്ട് നിന്നു കേട്ടോ. അതിൻ്റെ കൂട്ടത്തൂടെ തന്നെ വേറെയും കറിയൊക്കെ വെച്ച് ഒന്ന് ജോലിയൊക്കെ പെട്ടെന്ന് ആക്കണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ കുക്കറിൽ തന്നെ അടുത്തതും കൂടെ വെച്ചത് കേട്ടോ. അപ്പോൾ അടുത്തത് വെക്കുന്നത് കടലയാണെന്ന് തോന്നുന്നു കേട്ടോ. കടലയും സോയാബീൻസും കൂടെ ഒരുമിച്ചിട്ടാണ് ഞാൻ കറി വെച്ചത് എന്നാണ് തോന്നുന്നത്. അതും അടുപ്പത്ത് വെച്ചു. ആ സമയത്ത് തന്നെ ചോറ് നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വാർക്കാനായിട്ട് മാറ്റി വെച്ചിട്ട് അതേ അടുപ്പിൽ തന്നെ കുക്കറും വെച്ചു ചൂടാക്കി എടുത്തതിന് ശേഷം പിന്നെ പെട്ടെന്ന് തന്നെ ഇപ്പം ഞാൻ ദോശ ഒരുമിച്ച് ചുടാറുള്ളൂ കേട്ടോ. അതാകുമ്പോൾ 3 അടുപ്പത്താക്കി വെച്ച് പെട്ടെന്ന് ആക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട്. അപ്പോൾ സോയാബീൻസും ഉരുളക്കിഴങ്ങും പിന്നെ ആണ് കറി വെച്ചത്. അപ്പോൾ ഞാൻ നേരത്തെ കടലയെന്നാണ് പറഞ്ഞു തോന്നുന്നത് കേട്ടോ. അപ്പോൾ സോയാബീൻസും കിഴങ്ങും കൂടെയാണ് ഞാൻ കറി വെച്ചത്. പിന്നെ എബിക്ക് വേണ്ടിയിട്ട് കുറച്ചെടുത്ത് മാറ്റി വെച്ച് കേട്ടോ. അവന് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് അകത്തോട്ട് വെച്ച് കൊടുത്തു. അതിനുശേഷം ഞാൻ എൻ്റെ ബാക്കി പണിയിലോട്ടൊക്കെ നിന്നു കേട്ടോ. അപ്പോൾ രാവിലെ പല്ല് തേച്ച് വന്നതിന് ശേഷം അവനും കാപ്പി കുടിച്ചിട്ടാണ് പിന്നെ സ്കൂളിലോട്ട് പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. ഇതിപ്പോൾ പയർ തോരൻ എന്തോ വെക്കാനെന്ന് തോന്നുന്നു. പയർ മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ ഞാൻ വെക്കാനായിട്ട് പോകുന്നത്. കുക്കറിലോട്ട് തന്നെ വയ്ക്കും. അതും ഞാനിതുപോലെ ഇത്തിരി ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം 1 മണിക്കൂറോളം വെക്കുമ്പോൾ തന്നെ പയർ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. നമ്മൾ തലേദിവസം ഇടുന്ന പോലെ തന്നെ വെന്ത് കിട്ടും. പിന്നീട് കുക്കറിലിട്ട് ഫിസിലേൽപ്പിച്ചെടുക്കുകയാണ് ഞാനും അതും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ആദ്യം അറിയത്തില്ലായിരുന്നു പയറും അങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം. ഒരു ദിവസം ഒന്ന് പരീക്ഷണം പോലെ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ അത് സക്സസ് ആയി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിന്നീട് ഇപ്പോൾ ഇങ്ങനെ വലിയ പയറൊക്കെ കിട്ടുന്ന സമയത്ത് ഞാൻ അങ്ങനെയാണ് ചെയ്തെടുത്തു. പിന്നെ തോരൻ തോരനാണ് കേട്ടോ വെച്ചത്. അത് തോരനാക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കല്യാണ തിരക്കുകളും വിശേഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു വ്ളോഗാണിത്. കല്യാണമൊക്കെ ഞങ്ങൾ നന്നായിട്ട് അടിച്ചു പൊളിച്ചു, നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. കുറേ നാൾക്ക് ശേഷം ആണ് ഇതുപോലെ കല്യാണത്തിനൊക്കെ പോയി ഒന്ന് അടിച്ചു പൊളിച്ചത്. എൻ്റെ വീട്ടിലൊക്കെ ഫംഗ്ഷനൊക്കെ ഞാൻ അങ്ങനെ അടുത്ത ബന്ധുക്കളൊക്കെ ഉള്ള സമയത്ത് ഞാൻ ലീവ് എടുത്തൊക്കെ പോകാറുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ 1-2 തവണ വന്ന സമയത്ത് എനിക്ക് ലീവ് എടുക്കാൻ പറ്റാത്ത 2-3 അവസ്ഥയായിപ്പോയി. കഴിഞ്ഞ വർഷം ഇതേപോലെ വീടിന് തൊട്ടടുത്തൊരു പയ്യൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. ആ സമയത്ത് അപ്പൂപ്പൻ മരിച്ച സമയമൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരാഴ്ചയോളം സ്കൂളിൽ നിന്ന് ലീവ് എടുത്തതുകൊണ്ട് തന്നെ ഈ കല്യാണത്തിൻ്റെ പേരിൽ അപ്പോൾ പെട്ടെന്ന് ലീവ് എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ സമയത്ത് കല്യാണത്തിന് പോകാൻ പറ്റിയില്ല. അന്നും വൈകുന്നേരമാണ് പോയത് കേട്ടോ. അപ്പോൾ രാവിലത്തെ കുറേ പണികളൊക്കെ ആയ സമയത്ത് തന്നെ മീൻ വന്നായിരുന്നു. അപ്പോൾ ഇവിടുന്ന് സ്ഥിരം ഞങ്ങളിപ്പോൾ ഇവിടെ വീട്ടിൽ മീൻ കൊണ്ടുവരുന്നതാണ് വാങ്ങിക്കാറുള്ളത്. മുമ്പൊക്കെ ആണെങ്കിൽ അത് നമ്മൾ ചന്തയിൽ പോയി വാങ്ങിക്കുമായിരുന്നു. ഇപ്പോൾ വീട്ടിൽ കൊണ്ടുവരും. എബിക്ക് പൊരിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് 2 കൂടെ ആ മാമൻ ഇട്ട് തന്നാണ് കേട്ടോ. അപ്പോൾ സ്ഥിരം വാങ്ങിക്കുന്നതാകുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ അവർ തരുമല്ലോ, അങ്ങനെ തന്നതാണ്. പിന്നീട് ഞാൻ കഴിക്കാനായിട്ടിരുന്നത് കേട്ടോ.
അപ്പോൾ ദോശയും കറിയൊക്കെ ആയിട്ട് ഞാൻ കഴിച്ചു. ഞാനിപ്പോൾ ഒരു ദോശയെ കഴിക്കാറുള്ളൂ കേട്ടോ. ആ ഒരു തവി മാവിനെ തന്നെ വലുതായിട്ട് പരത്തി ഞാൻ എടുക്കും. ഇങ്ങനെ നൈസായിട്ടിരിക്കുന്ന ദോശ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ എടുക്കാറുണ്ട്. അങ്ങനെയാണ് കഴിച്ചത് കേട്ടോ. പിന്നെ ഇത് വെള്ളരിക്ക പച്ചടി വെച്ചതാണ്. അപ്പോൾ അതിന് വേണ്ടി തൈരൊക്കെ വെച്ചിട്ട് അതും ശരിയാക്കിയൊക്കെ വെച്ചു. പിന്നീട് വേറെ എന്തോ വെച്ചു. പിന്നീട് വീടിനകമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തിട്ട് ഞാൻ കതക് അടച്ചു. അപ്പോൾ ഇന്ന് ഞാൻ വീട്ടിൽ തനിച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇച്ചിരി പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും കുഴപ്പമില്ല. ഉച്ചത്തിൽ ക്രിസ്തീയ പാട്ടോ എന്തെങ്കിലുമൊക്കെ ഫോണിൽ ഞാൻ ഇട്ടിട്ടായിരിക്കും നിന്ന് ജോലിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇന്നും പതിവ് പോലെ തന്നെ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഞാൻ ഒറ്റയ്ക്കുള്ളപ്പം ഒന്നിൽ ടി വിയിൽ എന്തെങ്കിലും പാട്ടിടും, ഇല്ലെങ്കിൽ ഫോണിൽ എന്തെങ്കിലും പാട്ടൊക്കെ ഇട്ട് നിന്ന് ജോലി ചെയ്യാറാണ് പതിവ് കേട്ടോ. അതുപോലെ തന്നെയാണ് ഇന്നും ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തത്. കാലിന് വേദന ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് കേട്ടോ. ചെറുതായിട്ട് വേദനയൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. കാരണം ജോലിയൊക്കെ ഞാനിപ്പോൾ തനിയെ ഒറ്റയ്ക്ക് ചെയ്യുന്നതിൻ്റെ നല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എനിക്കിപ്പോൾ ഉണ്ട്. എന്നാലും നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ തന്നെ ചെയ്യണമല്ലോ. നമുക്കിപ്പോൾ വീട്ടിൽ വേറെ സഹായിക്കാനും ആരുമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ നമ്മുടെ ജോലികളെല്ലാം ചെയ്യേണ്ടി വരും. അങ്ങനെ തന്നെയാണ് കേട്ടോ ഞാനും. അപ്പോൾ ആ മീനെടുത്ത് എബിക്ക് വറുക്കാനായിട്ട് മാമനിട്ട് തന്ന മീനാണ് കേട്ടോ. അതെല്ലാം വറുത്ത് വെച്ചു. അപ്പോൾ ഞങ്ങൾക്കും കൂടെ ആയിട്ട് ഉള്ളതിൽ പങ്ക് ഞങ്ങൾക്കും കൂടെ ആയിട്ട് ഇട്ടു. മീനും അടുപ്പത്ത് വെച്ചു. അത് രണ്ടും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള ജോലിയെല്ലാം ഞാൻ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വെള്ളം കുടി ഇപ്പോൾ സ്ഥിരമായിട്ട് എപ്പോഴും വെള്ളം കുടിക്കുന്നുണ്ട്. നല്ല ക്ഷീണമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എപ്പോഴും വെള്ളമൊക്കെ കുടിക്കാറുണ്ട്. ഞാൻ പിന്നീട് നേരെ ബീനയുടെ വീട്ടിലോട്ട് പോയി കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഒരുമിച്ചാണ് ഫുഡൊക്കെ കഴിച്ചത് കേട്ടോ. ഞാനും അശ്വനിയും ബീനയും സ്നേഹയൊക്കെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് പലഹാരമൊക്കെ ഉണ്ടാക്കാനുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇരുന്ന സമയത്ത് പച്ചക്കറിയൊക്കെ റോഡിൽ വിൽക്കാനായിട്ട് കൊണ്ടുവരും കേട്ടോ. ഞങ്ങൾ അങ്ങനെയും വാങ്ങിച്ചു. അതിന് ശേഷമാണ് പലഹാരം ഉണ്ടാക്കാനിരുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.